പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ഈ ഐശ്വര്യലക്ഷ്മി ഇരിക്കുമ്പോഴേ ക്യാബിനകത്ത് ഇരിക്കുന്ന നെയിം ബോർഡിൽ ഐശ്വര്യ അർജുൻ എന്നായിരിക്കണം. അതുകൊള്ളാലോ. അപ്പോ ഐശ്വര്യലക്ഷ്മി എന്ന പേര് കളഞ്ഞോ? സർ, അർജുൻ എന്ന പേര് ചേർക്കാൻ വേണ്ടി ഞാൻ പേരെന്നല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. ഓ, അങ്ങനെയാണോ? എന്നാ താൻ ആദ്യം എനിക്ക് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കി തരാമോ? അതെന്ത് കാര്യോ സർ? അതെ, ഈ സാറെന്നുള്ള വിളി. അതങ്ങനെയല്ലേ വിളിച്ച് ശീലിച്ചത്. സാരല്ല, പതിയെ ഞാൻ ആ ആഗ്രഹവും സാധിച്ചരാം. ഓക്കെ? അർജുനേട്ടാ, അർജുനേട്ടാ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. നിന്റെ സംശയം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന റൂമിലോട്ട് ഇങ്ങനെ മതം ഇളകിക്കൊണ്ടാണോടി വരുന്നത്? അതെങ്ങനെയാ? ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാൻ പഠിക്കണ്ടേ? അതെങ്ങനെ? ഏതെങ്കിലും അഴുക്ക് ചാലിലൊക്കെ കിടന്ന് വളർന്നവൾക്ക് ഇത്രയും മാനേഴ്സ് ഒക്കെ അല്ലേ കാണൂ. കഷ്ടം. അനസൂയ, എന്താ ഇത്? അർജുനേട്ടാ, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. ആ എന്നെയാ ഇവള് അയ്യോ, ഇവളുടെ പൂങ്കണ്ണീര് കണ്ടില്ലേ? ഇവളുടെ ഉദ്ദേശം വേറെയാ. ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇറങ്ങടി വെളിയില്. എടി, ഇറങ്ങാനല്ലേ പറഞ്ഞേ? എടി, നിന്നോടല്ലേ പറഞ്ഞേ? പറഞ്ഞു ഇറങ്ങാൻ. പുറത്തിറങ്ങാൻ പറ്റില്ലേ? മോളെ, എന്താ കൊച്ചേ? അമ്മേ, ഇവളെന്നെ അടിച്ച അമ്മേ. അടിച്ചെങ്കിലേ കണക്കായി പോയി. ഓഫീസിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ? അതിന് പകരം തന്നതായിട്ട് നീ അങ്ങ് കൂട്ടിക്കൊടി. അർജുൻ, നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ? അതോ നിന്റെ കൂടെ അനുവാദത്തോടെയാണോ? അല്ല, അത് ആന്റി. അർജുൻ, ഇവള് നിന്റെ ജീവിതത്തിൽ ഇന്നലെ കയറി വന്നവളാ. എന്റെ മകൾ അങ്ങനെയല്ല. അവള് ജനിച്ച അന്നു മുതൽ നിന്നെ കണ്ടു തുടങ്ങിയതാ. നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവളാ എന്റെ കുഞ്ഞ്. അവളെ നീ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ കണ്ണി കണ്ടവളുടെ അടി വാങ്ങിക്കൊടുക്കാൻ കൂട്ടി നിൽക്കരുത്. കണ്ടോ ഈ തള്ളയുടെ മനസ്സിലിരിപ്പ്? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. തള്ള മറിഞ്ഞിരുന്നിട്ട് മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക വശീകരിക്കാൻ. എടി, ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ കാരണക്കുറ്റി അടിച്ചു പൊളിക്കും ഞാൻ. ആണിനെ വശീകരിക്കാൻ നടന്നതേ ഞാനും എന്റെ മോളും അല്ല, നീയാ. ഇവനെ പോലെ പണക്കാരെ എത്ര എണ്ണത്തിന് ഇതിനകം നീ വളച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ച മനസ്സിലാകും. ഒന്ന് നിർത്തുന്നുണ്ടോ മോനെ? ഈ മുറിയുന്ന എല്ലാരും ഒന്ന് പോയിത്താ. എനിക്ക് സമാധാനമായിട്ടൊന്നിരിക്കണം. അർജുൻ മോൻ പറഞ്ഞതുകൊണ്ട് പോവാ. മോളെ, നീ വാ. എന്റെ മോളെ നീ തല്ലിയല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. വാ മോളെ. ഇതിനു പകരം നിന്നെ ഞാൻ കരയിപ്പിച്ചിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് അനസൂയ എന്നല്ല. ഒന്ന് പോടി. ഫോർ അക്യൂസ്ഡ് യുവർ ഓണർ, പ്രതി എന്ന് സംശയിക്കുന്ന എന്റെ കക്ഷി ശിവദാസൻ തികച്ചും നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ചില നിർണായക തെളിവുകളാണ് എനിക്ക് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനുള്ളത്.
ദേവദേശം കൊട്ടാരത്തിലെ പൂജാവേളയിലെ തീപിടുത്ത മരണങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു കൊലപാതക തന്ത്രമാണെന്ന് പോലീസ് എഫ്ഐആർ എഴുതിയത് തികച്ചും സത്യം തന്നെയാണ്. പക്ഷേ അത് ചെയ്തത് കൊട്ടാരത്തിലെ ആശ്രിതനായ ശിവദാസനാണെന്നുള്ള വാദം ശരിയല്ല. കോടതിക്ക് പ്രസ്താവനകളല്ല വേണ്ടത്, തെളിവുകളാണ്. എന്റെ കക്ഷി ശിവദാസന്റെ പേരിൽ ഇന്നുവരെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. വളരെ സ്വാത്വികനായ ഇദ്ദേഹം ഇങ്ങനെയൊരു ക്രൂരത ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ അഗ്നിബാധയ്ക്ക് കാരണമായി കണ്ടെത്തിയത് വൈറ്റ് ഫോസ്ഫറസിന്റെ സാന്നിധ്യമാണ്. വൈറ്റ് ഫോസ്ഫറസ് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വയം ആളിക്കത്തുന്നൊരു പദാർത്ഥമാണ്. വെള്ളത്തിൽ മാത്രം സൂക്ഷിക്കുന്ന ഫോസ്ഫറസ് പുറത്തെടുത്ത് കത്തിച്ചാൽ ആ തീ അണയ്ക്കാൻ വളരെ പ്രയാസമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാവുന്ന കാര്യമാണ്. അന്തരീക്ഷ താപനില ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് മതി ഇത് ആളിക്കത്താൻ. ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥ 40 ഡിഗ്രി വരെ പോകുന്ന കാര്യം കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഫോസ്ഫറസിന്റെ സാന്നിധ്യം തന്നെയാണ് മരണത്തിന്റെ കാരണമെന്ന് നമുക്ക് ഉറപ്പിക്കാം.